ഹലോ ഗൈസ്, രാവിലെ എണീറ്റ് അറിയാതൊന്ന് കണ്ണാടി നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലായി മുടിയൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കണം. ഇന്നിപ്പോൾ ഒരു ലീവ് ദിവസം കൂടി ആയതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് വൃത്തിയിൽ നടക്കാമെന്ന് വെച്ചു. വീട്ടിലാകുമ്പോൾ ഉറക്കുന്ന എണീറ്റാണ് ഓടിയാൽ മതി. പക്ഷെ ഇവിടെ നമ്മളെ ബെഡ് നമ്മളല്ലാതെ വേറെ ആരും വൃത്തിയാക്കാൻ വരില്ല. വലിയ വൃത്തിയൊന്നും ആക്കിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ടാവണ പോലെ ജസ്റ്റ് ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. 2-3 ദിവസത്തെ തുണിയൊക്കെ അലക്കാണ്ട് കേട്ടോ. ഇവിടുത്തെ വാഷിംഗ് മെഷീന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് ലിക്വിഡ് വെച്ച് ബക്കറ്റിൽ ഇട്ടു. പിന്നെ അയൺ ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളെ യൂണിഫോമിൻ്റെ ഡ്രസ്സ് നമ്മൾ ലോണ്ടറിയിൽ കൊടുക്കാട്ടോ. അതിൽ സംഭവം കുളിച്ചിട്ടില്ലെങ്കിലും കുറച്ച് സ്പ്രേ ഒക്കെ വാരി പൊത്തിട്ടോ. അല്ലെങ്കിൽ ഇതിനെ കുളിക്കും മുടി ചെയ്യുന്നതൊക്കെ ചെയ്യണില്ലേ. നമ്മളെന്തായാലും മുടി വെട്ടാനല്ലേ പോണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ മതി. ഇന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നാലേ ഇന്നത്തെ ഒരു പരിപാടികൾ നടക്കൂല. ലോണ്ടറി കൊടുക്കാനുള്ള ഡ്രസ്സുകൾ കൊടുത്തു കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരാഴ്ച മുന്നേ ഒരു ഒടുക്കത തണുപ്പായിരുന്നു. ഇപ്പോൾ അതാ ഒടുക്കത ചൂടും പൊടിക്കാറ്റും. ഈ പുറത്തുള്ള ഡോറും നമ്മൾ ക്ലോസ് ചെയ്യലുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ പൊടി അടിച്ച് നിറയും. ടൈം ആകെ 9 മണി ആയിട്ടുള്ളൂ. ചൂടിൻ്റെ ഒരു പവർ ഉണ്ടില്ലേ. അപ്പോൾ ഡ്രസ്സ് നേരെ ലോണ്ടറി കൊണ്ടു കൊടുത്തിട്ട് കാക്കാനോട് കുറച്ച് നേരം ബംഗ്ലാദേശിൽ സംസാരിക്കും ചെയ്തിട്ടോ. ഇവിടെ വന്നുകൊണ്ട് ഏകദേശം ഭാഷകളൊക്കെ നമ്മളിപ്പോൾ സംസാരിക്കും കേട്ടോ. പ്രവാസി ചെയ്തുകൊണ്ട് അങ്ങനെ കുറേ മെച്ചമുണ്ടായി. ഇപ്പോൾ ഏകദേശം ലാംഗ്വേജുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്യും കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുള്ള് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് എല്ലാവരോടും സംസാരിച്ച് ടൈം പോയത് അറിഞ്ഞില്ല. അവിടുന്ന് നേരെ കറക്റ്റ് വാങ്ങി കുടിച്ചിട്ടോ. ഈ കറക്റ്റിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ നേരം വൈകി നീച്ചുകൊണ്ട് രാവിലെ ചായ കുടിക്കാനൊന്നും പോയില്ല. അപ്പോൾ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഇവിടെ നമ്മുടെ നാട്ടുകാരൻ പയ്യൻ തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ്റെ ഇഷ്ടത്തിന് മുടി വെട്ടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ എങ്ങനെ വെട്ടിയാലും ഗ്ലാമർ ആയതുകൊണ്ടേ ഇതിൽ നമ്മൾ വലിയ കോൺസെൻട്രേറ്റ് ചെയ്യില്ല കേട്ടോ. എന്തായാലും ചക്കൻ വല്ലാതെ കൊളാക്കിയിട്ടൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലേ. ഞാൻ തന്നെ ഇന്നെ കണ്ട അന്തം വിട്ടു. പിന്നെ ഇന്നെ പൊക്കി പറയാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പൊക്കി പറയാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തട്ടാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറി കേട്ടോ. ഇവിടെ നല്ല ബിരിയാണിയൊക്കെ കിട്ടും. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് നാടൻ ചോറാട്ടോ ഓർഡർ ചെയ്തത്. നോർമലി ഞാനൊരു നോൺ വെജ് ഫാനാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ പച്ചക്കറിയും കഴിക്കണമല്ലോ. നല്ലൊരു ചീരത്തോരനും മത്തൻ്റെ കറി, അച്ചാറും, പിന്നെ ഒരു മോരും, നല്ല അടിപൊളിയായിട്ടൊരു മത്തി വറുത്തതും, മീൻകറി ഉണ്ട്, പിന്നെ ഒരു കുമ്പളങ്ങക്കറിയും പപ്പടും. വേറെ എന്തുവാണല്ലേ. മത്തി പൊരിച്ച പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടി ഓർഡർ ചെയ്തിട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമതും ചോറ് ചോദിച്ച സമയത്ത് അവിടുത്തെ കാക്കു നമ്മളൊരു നോട്ടം. എന്തായാലും ചോറ് പറഞ്ഞല്ലേ വെച്ചാൽ ആ ചീരത്തോരനും കൂടി കുറച്ചും കൂടി ഞാൻ വേണമെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ബിരിയാണി എടുക്കാത്ത നന്നായി. ചോറ് നല്ല അടിപൊളി ചോറ്. ഞാൻ ഒരാഴ്ചക്കുള്ള സാധനം ഒന്നിച്ചാട്ടോ വാങ്ങല്. അതിന് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കയറി. പഴത്തിനുണ്ടോ 1,500 350 റുപ്യ വില. അപ്പം നമ്മൾ നേരെ ഫിലിപ്പിൻ പഴം എടുത്തിട്ടോ. അതിനാകെ 150 റുപ്യ വില ഉള്ളൂ. പിന്നെ കുറച്ച് ആപ്പിൾ എടുത്തു, മാംഗോ എടുത്തു. 2 ദിനാറിൻ്റെ മാങ്ങ 1,400 ഓഫർ ഉണ്ട് കേട്ടോ. ഏകദേശം 300 റുപ്യ. പിന്നെ ഒരു ബ്ലൂബെറിൻ്റെ ബോക്സ് എടുത്തു. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ നല്ല ഫ്രഷ് ആൻഡ് നീറ്റ് ക്ലീൻ ആയിട്ടോ സാധനം വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് തക്കാളി എടുത്തു, ഒരു യോഗട്ട് എടുത്തു. പിന്നെ നോക്കുമ്പോൾ കാടയ്ക്ക് ഓഫർ ഉണ്ട്. കാടയ്ക്ക് ഏകദേശം 1,500. നമ്മുടെ നാട്ടിലെ 300 റുപ്യ. അപ്പോൾ പിന്നെ ഒരു കാട എടുത്തു. ഇനി കാട വെച്ചിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ശരിക്കും ഒരു ഐസ്ക്രീം ലവറാണ് കേട്ടോ. ഞാൻ എപ്പോൾ മാർക്കറ്റിൽ പോകുകയാണെങ്കിലും അപ്പോൾ അവിടുന്ന് ഐസ്ക്രീം എടുക്കും. ഇവിടെയുള്ള ഇന്ത്യൻ്റെ ബൊഫലോവും പാകിസ്ഥാൻ്റെ ബീഫുമാണ്. ഒരു ബീഫ് ലവർ ആയതുകൊണ്ട് ബീഫ് എടുക്കും വേണം. രാജ്യസ്നേഹം കൊണ്ട് ഇന്ത്യനെ ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ 2 1/2 കിലോ എടുത്തിട്ടോ. പിന്നെ ഇവനോട് എങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞാലും ഓൻ വലുതാക്കിയിട്ടേ കട്ട് ചെയ്യുള്ളൂ. ചെറുതാക്കി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലും മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം നമ്മളെ പർച്ചേസ് കഴിഞ്ഞു കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെറും നോൺ വെജ് മാത്രമേ എടുത്തുള്ളൂ അല്ലേ. ഞങ്ങളോട് പറഞ്ഞില്ലേ വെജ്ജിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഏകദേശം ഒരു 6 ദിനാറിൻ്റെ ബില്ലായിട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 1,300 1,400 രൂപ. പിന്നെ സാധനങ്ങളൊക്കെ കൊടുന്ന് റൂമിൽ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ റൂം ക്ലീൻ ചെയ്യലാണ്. റൂമൊക്കെ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പണികൾ പിന്നെ ഒരുപാട് കിടക്കുകയാണ്. ഒരു ലീവ് ദിവസം കിട്ടി കഴിഞ്ഞാൽ ഒന്ന് സുഖമായിട്ട് കടന്നുറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്നാണെങ്കിൽ ഇല്ലാത്ത പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 5 മണി. അപ്പം ജസ്റ്റ് വാക്കിങ്ങിന് ഇറങ്ങിട്ടോ. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി ബീച്ച് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 മണി 5 മണി ആയി കഴിഞ്ഞാൽ അവിടെ ആളെ കൊണ്ട് അടിയാവും. നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങാത്ത ജോലി ആയതുകൊണ്ടേ ഇന്ന് ഇടയ്ക്ക് വാക്കിങ്ങിനൊക്കെ ഇറങ്ങും കേട്ടോ. ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി ബീച്ച്. ഏകദേശം ഒരു ഈവനിങ് വന്ന് കഴിഞ്ഞാൽ എമ്മാതിരി സീനറി എന്നറിയോ. ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. എന്തായാലും ഇനി ഫുഡൊക്കെ വാങ്ങി റൂം പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പൂരം പോലെ എന്തോ ചെറിയ ഉത്സവമാണെന്ന് തോന്നുന്നുണ്ട്. ഞാനും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇതിവിടെ ഉള്ള ഒരു ട്രഡീഷണൽ കലാരൂപമാണ് ഇത്രേ. നമ്മുടെ നാട്ടിലുള്ള കൈകൊട്ടികളി അതുപോലെ തന്നെ കോൽക്കളിയൊക്കെ അല്ലേ അതുപോലെ ഐറ്റം. എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഞാൻ ഏതോ വലിയ യൂട്യൂബറാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു അറബിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തന്നു. വീഡിയോ ഇവിടെ നിന്ന് എടുക്കുക, അവിടെ നിന്ന് എടുക്കുക, ആ ഭാഗം എടുക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ എന്നൊക്കെ പറഞ്ഞു. ഞാനെന്തായാലും അയാളെ മുന്നിൽ നല്ലൊരു വ്ളോഗർ പോലെ ആക്ട് ചെയ്തിട്ടോ. എന്തായാലും നാട്ടുകാർക്കൊന്നും അറിയില്ല നമുക്കൊരു യൂട്യൂബ് ചാനലുള്ള കാര്യം. ഇവരെങ്കിലും വിചാരിച്ചോട്ടെ ഞാനൊരു നല്ല വ്ളോഗറാണെന്നുള്ളത്. അപ്പോൾ ഏകദേശം വിശപ്പ് വന്ന് തുടങ്ങിയോണ്ട് തന്നെ നമ്മളെ ഫാൻസിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടുന്ന് മടങ്ങിട്ടോ. അപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹാഫ് ഗ്രില്ലാണ് കേട്ടോ വാങ്ങിയത്. രാവിലെ ഫുള്ള് വെജ് ഐറ്റംസ് ആയിരുന്നില്ലേ. ഡെയിലി നോൺ വെജ് കഴിക്കണമെന്ന് മസ്റ്റ് ആണല്ലോ. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഇല്ലാതുള്ളൊരു വീക്കെൻഡ് ഒരു പ്രവാസിക്കും ചിന്തിക്കാനും കൂടിയും കഴിയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊരു ഗ്രില്ലും കഴിച്ചു. അത് കഴിഞ്ഞൊരു മാങ്ങയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല വീഡിയോസിന് വേണ്ടി നമ്മളെ ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ.